ഒന്നാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഷേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ഷേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിലെ കിളിവാതിലുണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിനെ തിന്നുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. നല്ല വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമുക്കെല്ലാം സുപരിചിതമായ വേദഭാഗമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണോ ഞായറാഴ്ചയാണോ നോക്കുന്നില്ല, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ വേദഭാഗം വന്നിട്ട് ചർച്ചിനകത്ത് ഇത് പറയണമെന്ന് പറയുവാനായിട്ടിടയായി. അതുകൊണ്ട് ഇതിനകത്ത് പകലിൽ ദൈവം എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ നിങ്ങൾ ഏറ്റെടുക്കുക. ആമേശ്വരത്ത് പറയാനുണ്ടായ റീസൺ എന്താ? ഇത് രാവിലെയാണ് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ബോധ്യമായത്, നിങ്ങളോടുള്ള ബോധ്യം എന്താണെന്ന് നിങ്ങൾ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് നമ്മൾ വായിച്ചു കേട്ടത്, എലീശ പ്രവാചകൻ സ്വതം ഒരു ദൂത് പറയുമ്പോൾ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന സ്വതം അകമ്പടി നായകൻ പറയുകയാണ്, കർത്താവ് ദൈവം ആകാശത്ത് വാതിലുണ്ടാക്കിയാലും വാതിൽ തുറന്നാലും ഈ പ്രവചനം നടക്കാൻ പോകുന്നില്ല. പ്രവാചകൻ പറയുകയാണ്, നടക്കും, നീ അത് കാണും, നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ പറയാനുള്ള സാഹചര്യമാണ് അവർ നിൽക്കുന്നത്. കാരണം ഭയങ്കരമായ ക്ഷാമമാണ് ശമരിയയിൽ, ഇസ്രായേലിൽ അന്ന് രൂപപ്പെട്ടു നിന്നിരിക്കുന്നത്. അരാം സൈന്യം ഈ രാജ്യത്തെ വളഞ്ഞു നിൽക്കുകയാണ്. വല്ലാത്തൊരു സാഹചര്യത്തിനകത്തേക്ക് ഈ പട്ടണം മാറ്റപ്പെടുവാനായിട്ടിടയായി. ആ സാഹചര്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അന്ന് രാജാവിന്റെ അടുക്കൽ, ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ 2 സഹോദരിമാർ പരാതിയുമായി വന്നിരിക്കുകയാണ്. ഒരു സഹോദരിയുടെ പരാതി മറ്റു സഹോദരിയെ പറ്റിയാണ്. കാരണം ഈ ക്ഷാമം കാരണം ഭക്ഷിപ്പാൻ ഒന്നുമില്ല. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശാണ്. 1/4 കപ്പ് പ്രാവിൻ കാഷ്ടത്തിന് 5 വെള്ളിക്കാശും ഉണ്ടാകുന്ന നിലവാരത്തിലേക്ക് അതികഠിനമായ ക്ഷാമം ദേശത്ത് രൂപപ്പെട്ടിരിക്കുമ്പോൾ ജീവിക്കാൻ മറ്റ് നിവർത്തിയില്ലാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നുന്ന അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഇവര് തമ്മിൽ ഒരു തീരുമാനമെടുത്തു. ഇന്ന് എന്റെ കുഞ്ഞിനെ പുഴുങ്ങി തിന്ന, നാളെ മറ്റേ സഹോദരന്റെ കുഞ്ഞിനെ കഴിക്കാമെന്ന് എങ്ങനെ പറഞ്ഞ് ജീവൻ നിലനിർത്താൻ താല്പര്യപ്പെട്ടു. ഒരാളുടെ കുഞ്ഞിനെ കൊന്നു ഭക്ഷിക്കുകയോ, പിറ്റേന്നാൾ വന്നപ്പോൾ മറ്റേ സഹോദരി തന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുവാനായിട്ടിടയായി. ഈ പരാതിയുമായിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് വന്നപ്പോ ഒരു ഭരണാധികാരിയുടെ പിടുത്തം വിട്ടുപോയി. തന്റെ വസ്ത്രമൂരി വലിച്ചു താൻ വല്ലാതെ നിലവിളിക്കുന്ന ഒരു അനുഭവം കാണാം. അത്ര കഠിനമായ ക്ഷാമം ദേശത്ത് നിൽക്കുമ്പോൾ സ്വന്തം രാജാവ് ഇത് സഹിക്കാൻ വയ്യാതെ വിളിച്ചു പറയുക, എലീശായുടെ തല അവന്റെ ഉടലിന്മേലുണ്ടെങ്കിൽ ദൈവം എന്നോട് അധികം ചെയ്യട്ടെ എന്ന് വെച്ചാൽ താൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ കാരണക്കാരൻ എലീശയാണെന്നുള്ള രീതിയിലാണ്. ഈ രാജാവിന്, ഈ രാജ്യത്തിന് ശത്രു രാജ്യങ്ങൾ ഒത്തിരി യുദ്ധം വന്നപ്പോഴും അവരുടെ സകല യുദ്ധതന്ത്രങ്ങളുടെ വഴികളെ പറഞ്ഞു കൊടുത്ത് രാജ്യത്തെ രക്ഷിച്ചവനാണ് എലീശ പ്രവാചകൻ. ഹല്ലേലൂയ. അകമ്പടി നായകൻ എന്നറിയാം, രാജാവിനറിയാം. പക്ഷേ രാജ്യത്ത് ഭയങ്കരമായ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കുറ്റം ആരുടെ മേലേക്ക് വന്നു? സ്വന്തം ദൈവത്തിന്റെ പ്രവാചകന്റെ മേലേക്ക് വന്നു. ക്ഷാമം വരാൻ കാരണം എന്തായിരിക്കാം? ജനം ദൈവത്തിന്റെ വഴി നടക്കാത്ത കൊണ്ടാണ്, ദൈവം പറയുന്ന അനുസരിക്കാത്ത കൊണ്ടാണ് ക്ഷാമം വരുന്നതും ഭവനത്തിനകത്ത് ഇങ്ങനെയുള്ള നിലവിളികൾ ഉണ്ടാകുന്നത്. പക്ഷേ സ്വന്തം കുറ്റമാരുടെ മേലേക്ക് വരുന്നത് പ്രവാചകന്റെ മേലേക്ക്. ഇന്നും അങ്ങനെയല്ലേ? ദൈവദാസന്മാർ പ്രാർത്ഥിക്കുന്നില്ല, ഇടിവിൽ നിൽക്കുന്നില്ല, സഭ പോരാ, ആ സഭയിലെ കാര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞ് സ്വയം നന്നാകാതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സഹോദരൻ മടങ്ങി വരിക. സ്വന്തം ക്ഷാമത്തെ ഒഴിവാക്കുവാനുള്ള അധികാരം നിന്റെ മേൽ തന്നെ ദൈവം ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച്, അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം ക്ഷാമം കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും
പുഴുങ്ങി തിന്ന് ജീവിതം നിലനിർത്താൻ വേണ്ടി നിൽക്കുമ്പോൾ രാജാവ് പറയുകയാണ്, ഞാൻ അവന് തലയെ വെട്ടും. അങ്ങനെ അവൻ എലീശ പ്രവാചകന്റെ അടുത്തിലേക്ക് ഇവർ വരുമ്പോൾ അവൻ എലീശ പ്രവാചകൻ അതിൽ നിന്ന് വിളിച്ചു പറയുകയാണ്, യഹോവയുടെ അരുളപ്പാട് കേട്ടോ, നാളെ ഈ നേരത്ത് ഇതേ സമയത്ത് തന്നെ ഈ ക്ഷാമമായി നിൽക്കുന്ന ഈ പട്ടണത്തിനകത്ത് അവൻ ഭയങ്കര സമൃദ്ധി വെളിപ്പെടാൻ പോകുകയാണ്. അവൻ അകമ്പടി നായകന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കാരണവശാലും സംഭവിക്കാൻ പോകുന്നില്ല. അത്രമാത്രം ഭീകരമാണ് രാജ്യത്തിന്റെ സിറ്റുവേഷൻ. പക്ഷെ അതുകൊണ്ട് താൻ പറഞ്ഞത് ദൈവം, യഹോവയായ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നാലും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ സാഹചര്യം നോക്കിയവൻ പറഞ്ഞു. പക്ഷെ ഇവന് പറ്റിപ്പോയ തെറ്റെന്തെന്നറിയാമോ? പറഞ്ഞതാരാധിപൻ മനസ്സിലാക്കിയില്ല. നോക്കി, യഹോവയുടെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും. ഇന്ന് പകൽക്കാലത്തോ വിശ്വസിക്കുന്നു അവൻ തമ്പുരാൻ ഒരു കാര്യം തന്റെ അഭിഷിക്തന്മാരിൽ കൂടെ അരുളി ചെയ്ത അതേപോലെ സംഭവിക്കും. അകമ്പടി നായകനെ പോലെ തള്ളിക്കളഞ്ഞ മറ്റുള്ളവർ അനുഭവിക്കുന്നത് കാണാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഹൃദയം തുറന്ന് വിശ്വസിക്കാൻ തുടങ്ങണം. എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. സാഹചര്യം കാഴ്ചക്കകത്ത് നോക്കുമ്പോൾ ഒരു സാധ്യതയില്ലെങ്കിലും ദൈവമാണോ പറഞ്ഞത്, അത് സംഭവിച്ചിരിക്കും. ഈ സ്വന്തം ദൈവിക അരുളപ്പാട് കേട്ട് കഴിഞ്ഞ് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഷ്ഠരോഗികൾ ഇരുന്നിട്ട് പറയുകയാണ്, ഇവിടെ കിടന്നാലും മരിക്കും, പട്ടണത്തിൽ ചെന്ന അവിടെ ക്ഷമ, അവിടെ മരിക്കും. എന്നാല് ഒരു കാര്യം ചെയ്യും, ഭയങ്കര റിസ്ക് ആണ്. അരാം സൈന്യത്തിന്റെ പാളയത്തിലേക്ക് പോകാം. അവിടെ ഫുഡുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നമ്മെ കൊന്നില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇവർ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. ഇവർ അരാം പാളയത്തിനകത്ത് ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച, പാളയത്തിനകത്ത് ഒരു പട്ടാളക്കാരുമില്ല. കാരണം ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ചിരുന്നു. കുതിരകളുടെയും രഥങ്ങളുടെയും മഹാസൈന്യത്തിന്റെയും ഭയങ്കരമായൊരു ഇരച്ചിൽ, ഒരു ശബ്ദം കേട്ടപ്പോൾ ഇവരുടെ ഉള്ളിൽ തോന്നലുണ്ടായി, ഇസ്രായേൽ രാജാവ് കൂലിക്ക് സൈന്യത്തെ വിളിച്ചുകൊണ്ട് അവർക്ക് നേരെ യുദ്ധത്തിന് വരികയാണെന്ന്. നോക്കി, ഇവരുടെ അകത്തൊരു തോന്നലുണ്ടായി. പാളയം വിട്ട് ഓടുവാനായിട്ടിടയായി. പെരുത്ത ഭക്ഷണസാധനങ്ങള് മറ്റുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് അവർ ഓടുവാനായിട്ടിടയായി. രാത്രിയിൽ നിന്ന് പകൽക്കാലം നിങ്ങളോട് ഞാൻ പറയട്ടെ, പ്രവാചകൻ ഇപ്രകാരം കൽപ്പിച്ചിട്ട് നാളെ ഈ നേരത്ത് ശബരിയുടെ പടിവാതിക്കൽ സമൃദ്ധി ഉണ്ടാകുമെന്ന് അവന്റെ ആദരത്തിനകത്തൊന്ന് ശബ്ദം ഇങ്ങനെ പുറപ്പെട്ടെങ്കിൽ, പക്ഷെ ശത്രുപാളയത്തിനകത്ത് അത് വെളിപ്പെട്ടൊരു സൈന്യത്തിന്റെ ഇരച്ചിലായിട്ട് ഇന്ന് രാത്രി പകൽക്കാലം വിശ്വസിച്ചു. ശബ്ദം പുറപ്പെടുമ്പോൾ തന്നെ ശത്രുപാളയത്തിനകത്ത് ദൈവപ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ സാഹചര്യം വളരെ ശൂന്യമായിരിക്കാം, പക്ഷെ വെളിപ്പെട്ട് വരുന്ന ദൈവത്തിന്റെ ശക്തി ഉണ്ടല്ലോ, ദൈവത്തിന്റെ വാക്കുകളുണ്ടല്ലോ. ശത്രുപാളയത്തിനകത്ത് ഭയങ്കര ചലനങ്ങൾ ഉണ്ടാക്കും. വിശ്വസിക്കുന്നവർ കാഴ്ചക്കൊന്നുമില്ലായിരിക്കാം, പക്ഷെ വെളിപ്പെട്ട് വരുന്ന ശബ്ദത്തെ അതേപോലെ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ പ്രവാചകൻ പറഞ്ഞു തീരാ നാളെ ഈ സമയത്ത്. പക്ഷെ വെളിപ്പെട്ട ശബ്ദത്തിനകത്ത് ചലിച്ച ദൈവശക്തി ശത്രുപാളയത്തെ തകർക്കുന്നതായിരുന്നു. ഇന്ന് രാത്രി വിശ്വസിച്ച സഹോദരങ്ങളെ, വെളിപ്പെട്ടു വരുന്ന ശബ്ദം നിങ്ങൾക്ക് കേവലം ഒരു വാക്യമായിട്ടോ പ്രവചന ദൂതായിട്ടോ കേൾക്കുന്ന, പക്ഷേ ആ ശബ്ദത്തിന്റെ പ്രത്യേകത ശത്രുപാളയത്തിന്റെ താഴ്വേരിനെ അളക്കുന്ന ദൈവശബ്ദമായിരിക്കും. ഇന്ന് പകല് അങ്ങനെ വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ പറഞ്ഞാൽ, അകമ്പടി നായകൻ നോക്കിയപ്പോൾ ഒരു സാഹിത്യവുമില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ അങ്ങനെ പ്രവചിച്ച് അതേപോലെ സമയം തെറ്റാതെ അതേപോലെ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന പ്രവാചകന്മാരെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ഇന്ന് പലരും വിശ്വസിക്കുന്നവർ എത്ര ഞാൻ പറയുന്നു, എത്ര പേരെന്നോട് ചേർന്ന് പറഞ്ഞു
ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ പോകുക. അവ കേൾക്കുന്നവന് പരിഹാസിക്കാൻ തോന്നും. അവ ഇപ്പൊ തന്നെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അവര് കാണുക തമ്പുരാൻ ചിലർ എഴുന്നേൽപ്പിക്കാൻ പോകുക. അവര് കാണുക ദൈവം അവർ എഴുന്നേൽപ്പിക്കാൻ പോകുക. ദൈവത്തിന്റെ പ്രവാചകന്മാരെ, ദൈവശബ്ദം കൈമാറുന്നവരെ, അങ്ങനെയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത, ശബ്ദത്തിനകത്ത് ചിലത് തകരും, ചിലത് പണിയപ്പെടും, ചിലത് വിളിച്ചു വരുത്തപ്പെടും. അങ്ങനെയുള്ള അഭിഷേകമുള്ളവരെ തമ്പുരാൻ ഇതിനകത്തു എഴുന്നേൽപ്പിക്കാൻ പോകുക. രാജ്യങ്ങളെ കുലുക്കുന്ന, രാജ്യങ്ങളെ പണിയുന്ന, പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന ശക്തന്മാരായിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുന്ന ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെയും ദൈവത്തിന്റെ പ്രവാചകന്മാരെയും തമ്പുരാൻ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. അതേപോലെ സംഭവിക്കട്ടെ.